ധനുസ് പി എസ് ഡി എല്ലാവർക്കും സ്വാഗതം. കേരള പി എസ് സികൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തുനിന്നുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗത്തുനിന്നുള്ള 2025 ചോദിച്ചിട്ടുള്ള മുഴുവൻ പരീക്ഷകളുടെയും ചോദ്യവും ഉത്തരങ്ങളും അടങ്ങിയ കണ്ടൻറ്റാണിത്. ക്വസ്റ്റ്യൻസ് നോക്കാം. റിവിഷൻ പോലെ നമുക്ക് നോക്കാം. ഇനി വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് ആയാലും LDC ആയാലും ഒക്കെ തന്നെ യൂസ്ഫുൾ ആകുന്ന തരത്തിലുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തുനിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കുവാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആൻസർ നമുക്കറിയാം. ഓപ്ഷൻ എ അനുച്ഛേദം 226 ആണ്. അനുച്ഛേദം 226 ആണ് ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കുവാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടന. ഹൈക്കോടതി 226 നിർത്തിവയ്ക്കുക. ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ ഏത് അധികാരമാണ്, ഏത് അനുച്ഛേദമാണ്? അനുച്ഛേദം 226 ആണ്. ഓക്കെ, ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 226 ആണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം നൽകുന്നത്? ആൻസർ അനുച്ഛേദം 14 ആണ്. അനുച്ഛേദം 14 ആണ്. അനുച്ഛേദം 14 ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ മുമ്പിൽ നിയമത്തിന് മുമ്പിലുള്ള എല്ലാ സമത്വവും. നിയമത്തിന് മുമ്പിലുള്ള സമത്വം 14. സമത്വമാണ് 14. സമത്വമാണ് 14. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം നൽകുന്നത്? ഉത്തരം അനുച്ഛേദം 14 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കുവാൻ നിർബന്ധിക്കുന്ന റിട്ട് ഏതാണ്? സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കുവാൻ സംബന്ധിക്കുന്ന റിട്ട് ഏതാണ്? ആൻസർ മാൻഡമസ്. ആൻസർ ഏതാണ്? മാൻഡമസ്. സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കുവാൻ നിർബന്ധിക്കുന്ന റിട്ടാണ് മാൻഡമസ്. 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 കടമ നിർവഹിക്കാൻ പറയുന്ന റിട്ട് ഏതാണ്? മാൻഡമസ് ആണ്. ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്തുവാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഇന്ത്യൻ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുവാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ആൻസർ ഏതാണ്? ആൻസർ സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുവാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുവാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. ശുപാർശ നമ്മൾ ശരിക്കും എങ്ങനെ എഴുതേണ്ടത്? ശിപാർശ എന്നാണ് കേട്ടോ. മലയാളം കൂടി ഓർത്തോളൂ. ശിപാർശ എന്നാണ് വരിക, ശുപാർശയല്ല. ഓക്കെ, ശിപാർശയാണ് കറക്റ്റ് ഫോം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം അനുച്ഛേദം 51A. അനുച്ഛേദം 51A. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 51A മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ 34 ചോദ്യങ്ങളോട് നോക്കാം. ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്തുവാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം 51A. അനുച്ഛേദം 51A. 21A ഏതാണ്? വിദ്യാഭ്യാസം, നമ്മുടെ മൗലിക അവകാശം എന്ന് പറയുന്നതാണ് എന്ത്? 21A എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചേക്കാം. അടുത്ത ചോദ്യം, ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഡിസംബർ 10 ആണ്. ഡിസംബർ 10. ലോക മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ 10 ആണ്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ്? നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ്? ശ്രീമതി വിജയഭാരതി സയാനി. അടുത്ത ചോദ്യം, ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നാണ്? ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നാണ്? ഉത്തരം എന്താണ്? ഉത്തരം 1947 ജൂലൈ 22.
1947 ജൂലൈ 22-നാണ് ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത്. ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ചതെന്നാണ് 1947 ജൂലൈ 22-നാണ്. ജൂലൈ 22-നാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ആൻസർ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാണ്? ദേശീയ ഗീതം രചിച്ചതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്ത ചോദ്യം, രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേരെന്താണ്? വിശ്വഭാരതി. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേരെന്താണ്? വിശ്വഭാരതി. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേരെന്താണ്? വിശ്വഭാരതി. ബംഗാളിൽ വിശ്വഭാരതി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തത് എന്ന് കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതയിൽ പെടാത്തവ ഏതാണ്? ഓപ്ഷൻ എ നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ഓപ്ഷൻ ബി ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9-ന്. ഓപ്ഷൻ സി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ ഡി തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇതിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതയിൽ പെടാത്തത് ഏതാണ്? ഉത്തരം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് പെടാത്തത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നിർമ്മാണ കാലയളവ് എത്രയാണ്? 2 വർഷം 11 മാസം 17 ദിവസം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ കാലയളവ്, നിർമ്മിക്കാനുള്ള സമയം എത്രയാണ്? 2 വർഷം 11 മാസം 17 ദിവസം. ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 1946 ഡിസംബർ 9-ന്. ഇതെപ്പോഴും ചോദിക്കുന്ന ഫാക്റ്റാണ്. 1946 ഡിസംബർ 9. 1946 ഡിസംബർ 9-നാണ് നടക്കുന്ന ആദ്യ സമ്മേളനം. അടുത്തത് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അങ്ങനെ 3 ഫാക്റ്റ് ഇവിടെ ശരിയാണ്. നിർമ്മാണ കാലയളവ് എന്നായിരുന്നു? 2 വർഷം 11 മാസം 17 ദിവസം. അല്ലേ? ആദ്യ സമ്മേളനം നടക്കുന്ന എന്നാണ്? 1946 ഡിസംബർ 9-നാണ്. 1946 ഡിസംബർ 9-നാണ് ഫസ്റ്റ് സമ്മേളനം നടക്കുന്നത്. ഓക്കെ, ആദ്യത്തെ അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ക്വസ്റ്റ്യൻ, ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ചെറു ഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഏതായിരുന്നു? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഏതായിരുന്നു? ഉത്തരം നമുക്കറിയാം, 42ാം ഭേദഗതി. 42ാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. 42ാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുവാൻ ആർക്കാണ് അധികാരമുള്ളത്? ആർക്ക് മാത്രമേ അധികാരമുള്ളൂ? പാർലമെൻറ്റിന് മാത്രമേ അധികാരമുള്ളൂ. അല്ലേ? ബാക്കി ഇവർക്കൊന്നും അധികാരമില്ല. ഇന്ത്യൻ ഭരണഘടന, നമ്മൾ ഉണ്ടാക്കി വെച്ച ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് ഭേദഗതി ചെയ്യുവാൻ ആർക്ക് മാത്രമേ അധികാരമുള്ളൂ? പാർലമെൻറ്റിന് മാത്രമേ അധികാരമുള്ളൂ. അപ്പോൾ ഇൻഡയറക്റ്റ് നോക്കിയാൽ ഈ കിടക്കുന്ന 3 പേര്, ലോക്സഭയും രാജ്യസഭയും രാഷ്ട്രപതി എല്ലാം കൂടി ചേർന്നല്ലേ പാർലമെൻറ്റ് എന്ന് പറയല്ലേ? പക്ഷേങ്കിൽ പാർലമെൻറ്റാണ് ശരിയായ തീരുമാനം അവിടെ എടുക്കുക. അല്ലേ? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുവാൻ അധികാരം ആരിലാണ്? പാർലമെൻറ്റിനാണ്. അല്ലേ? പാർലമെൻറ്റിനാണ് അധികാരമുള്ളത്. ഭേദഗതി ചെയ്യുവാൻ പാർലമെൻറ്റ് ബില്ല് പാസ്സാക്കിയെങ്കിൽ മാത്രമേ അത് ഭേദഗതി ചെയ്യാൻ പാടുള്ളൂ, ഭേദഗതി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പാർലമെൻറ്റിനാണ് ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം. പാർലമെൻറ്റിനാണ് ഭേദഗതി ചെയ്യുവാനുള്ള അധികാരമെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനോ, ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഏതാണ്? ഉത്തരം മൗലിക കടമകൾ എന്നറിയപ്പെടുന്നു. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അവ എന്താണ്? മൗലിക കടമകളാണ്. ഒരു പൗരൻ്റെ മൗലിക കടമകളാണ്. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്താണ്? മൗലിക കടമകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇന്ത്യ റിപ്പബ്ലിക്കായത് എപ്പോഴാണ്? അല്ലേ? റിപ്പബ്ലിക്കായത് എപ്പോഴാണ്? ആൻസർ നമുക്കറിയാം, 26 ജനുവരി 1950-നാണ് ഇന്ത്യ റിപ്പബ്ലിക്കായിട്ടുള്ളത്. അടുത്തത്,
സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ആരാണത്? പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു അല്ലേ? ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആദ്യത്തെ പ്രധാനമന്ത്രി. അടുത്തത്, താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്? ഉരുക്കു മനുഷ്യൻ ആരായിരുന്നു? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ആരായിരുന്നു? അത് സർദാർ പട്ടേലാണ്. ഉരുക്ക് അല്ലേ? സർദാർ പട്ടേൽ ഉരുക്കാണ്. സർദാർ പട്ടേലിൻ്റെ പ്രതിമ ഉരുക്കൊണ്ടുണ്ടാക്കിയതാണെന്ന് പറഞ്ഞു അല്ലേ? സർദാർ പട്ടേലിൻ്റെ പ്രതിമ ഉരുക്കൊണ്ടുണ്ടാക്കി. ഉരുക്കു മനുഷ്യനാണ് അദ്ദേഹം. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ആരാണ്? സർദാർ പട്ടേലാണ്. ഓക്കെ. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ആൻസർ BR അംബേദ്കർ. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? BR അംബേദ്കർ. ചോദ്യം ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? BR അംബേദ്കർ. നെക്സ്റ്റ് ചോദ്യം കൂടി. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹിയാണ് ആസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ആൻസർ ഏതാണ്? ഭൂഷൺ രാംകൃഷ്ണ ഗവായ്. ഇവിടെ ഭൂഷൺ രാംകൃഷ്ണ ഗവായി ആണ്. ഓക്കെ, ഗവായ് എന്ന് ഓർത്ത് വെക്കാം. ഗവായ് എന്ന് ഓർത്ത് വയ്ക്കും. അടുത്തത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റതാരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണർ ആരാണ്? 26 എന്ന് പറയുമ്പോൾ അത് സഞ്ജയ് മൽഹോത്ര അല്ലേ? 5 കഴിഞ്ഞ് 6 സഞ്ജയ് മൽഹോത്ര. 5 കഴിഞ്ഞ് 6 26 സഞ്ജയ് മൽഹോത്രയാണ്. 26ാമത്തെ ആൾ സഞ്ജയ് മൽഹോത്ര. 26 5 കഴിഞ്ഞ് 6 മൽഹോത്ര 26 ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മറക്കണ്ട, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നെക്സ്റ്റ് ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഹൃദയവും ആത്മാവും അതാരായിരുന്നു? ആൻസർ ആൻസർ 32ആണ്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടന ഭേദഗതി പ്രകാരം? മുൻപ് റിവിഷൻ വന്നതാണ്. ഏത് ഭരണഘടന ഭേദഗതി പ്രകാരമാണ്? ഉത്തരം നമുക്കറിയാം. എന്താണ്? 42. ഓക്കെ, 42. അടുത്തത്, രാജ്യസഭയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? രാജ്യസഭയെ സംബന്ധിച്ച ശരി പ്രസ്താവന നോക്കാം. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ്. രാജ്യസഭയിൽ 250 അംഗങ്ങളുണ്ട്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. ഇതിൽ ശരി പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഏതൊക്കെയാണ്? എല്ലാം ശരിയാണ് അല്ലേ? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് രാജ്യസഭ അല്ലേ? രാജ്യസഭയിൽ 250 അംഗങ്ങളുണ്ട്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷനെ. 3 ഫാക്റ്റും പഠിച്ചു വെച്ചാൽ ഇപ്പോഴത്തെ പരീക്ഷയ്ക്കും ബെനിഫിറ്റാണത്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ രാജ്യസഭ 250 പേരുണ്ട്. ഉപരാഷ്ട്രപതിയാണ് അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. പ്രാദേശിക ഗവൺമെൻറ്റുകൾ ഏത് ലിസ്റ്റിൽപ്പെടുന്നു? ഏത് ലിസ്റ്റിലാണ് പെടുന്നത്? പ്രാദേശിക ഗവൺമെൻറ് ഏത് ലിസ്റ്റിൽപ്പെടുന്നു? ഉത്തരം സ്റ്റേറ്റ് ലിസ്റ്റാണ്. പ്രാദേശിക ഗവൺമെൻറ്റുകൾ ഏത് ലിസ്റ്റിൽപ്പെടാം? അത് സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെടാം അല്ലേ? നെക്സ്റ്റ്, സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം ആർക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്? ആർക്ക് വേണ്ടി വിനിയോഗിക്കുന്നു? ആർക്കാണത്? രാഷ്ട്രപതി അല്ലേ? സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം രാഷ്ട്രപതിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുക. രാഷ്ട്രപതിക്ക് ഉപദേശം കൊടുക്കാറുണ്ടെന്ന് സാരം. അങ്ങനെ പഠിച്ചു വെച്ചാൽ കിട്ടും. സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം രാഷ്ട്രപതിക്ക് കിട്ടാറുണ്ട്. രാഷ്ട്രപതിക്ക് വേണം അല്ലേ? രാഷ്ട്രപതിക്ക് വേണം. നെക്സ്റ്റ്, നിർദ്ദേശ തത്വങ്ങൾ എന്ന ആശയം
ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? ഇന്ത്യൻ എപ്പോഴും ചോദ്യങ്ങൾ മാറി മാറി വരുന്നുണ്ട് അല്ലേ, പലതും കടമെടുത്ത് ചോദിക്കാറുണ്ട്. അപ്പം ഇവിടെ നിർദ്ദേശ തത്വങ്ങൾ എവിടെ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഉത്തരം എന്താണ്? ഐറിഷ് ഭരണഘടന. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ആൻസർ എന്താണ്? ആദ്യത്തേത് സുകുമാർ സെൻ ആയിരുന്നു ആദ്യത്തെ കമ്മീഷണർ. ഒരു ചോദ്യം കൂടെ പോകാം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ്? അല്ലേ, ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ്? ചെനാബ് പാലം. ഓക്കെ, ചെനാബ് പാലം.